ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഒരു പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ സുരേഷ് ഏട്ടന്റെ സ്വർണ്ണമോതിരം നഷ്ടപ്പെട്ടിരിക്കുന്നു. തന്റെ ഭാര്യ തനിക്കത് സ്നേഹത്തോടെ ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. അത് നഷ്ടപ്പെട്ടതിൽ താൻ കരയുകയാണ്. ആ ഒരു പ്രൊമോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വീട്ടുകാരെല്ലാവരും കൂടി അവിടെ ആകപ്പാടെ എല്ലാം വരിച്ചു വാരിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ സംശയദൃഷ്ടി നോറയുടെ നേർക്ക് തിരിഞ്ഞു. നോറയാണ് ആ മോതിരം എടുത്തത് എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങളെത്തി. നോറ അതിനെ ശക്തമായി പ്രതിരോധിക്കുകയാണ്. ഞാൻ എടുത്തു, ഞാൻ മോഷ്ടിച്ചു എന്നാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ സംസാരം നടക്കുകയാണ് അവിടെ. പ്രൊമോയിൽ ഇത് വലിയ വിഷയമായിട്ട് തന്നെയാണ് അവതരിപ്പിക്കുന്നതെങ്കിലും ലൈവ് കാണുന്ന വ്യക്തികൾക്കറിയാം ഇതൊരു പ്രാങ്ക് ആണ്. ഒരു 2 മണിക്കൂറിന് മുമ്പ് സുരേഷ് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ബിഗ് ബോസ്, ഞാനൊരു പ്രാങ്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതെനിക്കൊന്ന് സംസാരിക്കണം, അതിന് താല്പര്യമാണെന്നുണ്ടെങ്കിൽ എന്നെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് ഒന്ന് വിളിക്കണം. കൺഫെഷൻ റൂമിലേക്ക് വിളിക്കാൻ വേണ്ടി അത് റെഡിയാണെന്നുണ്ടെങ്കിൽ ക്യാമറ ഒന്ന് തലയാട്ടി കാണിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ക്യാമറ യാതൊരു തരത്തിലുള്ള അനക്കവും നടത്തിയില്ല. അതുകൊണ്ട് തന്നെ സുരേഷ് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ആ പ്രാങ്കുമായിട്ട് മുൻപോട്ട് പോകാമല്ലോ എന്ന്. അതെ, ഇത് സുരേഷ് ഒറ്റയ്ക്ക് നടപ്പാക്കുന്ന ഒരു പരിപാടി അല്ല എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സിജോ ആൻഡ് പാർട്ടി, ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരുടെ ആ ടീം ചേർന്നിട്ട് നടപ്പാക്കുന്ന ഒരു പ്ലാനിങ് ആണ് ഈ പ്രാങ്ക്. എന്തായാലും അതിന്റെ അവസാനം എന്തായി മാറും? വൻ കലാപമായി മാറുമോ അതോ കൗതുക ദൃശ്യമായി തന്നെ അത് മുൻപോട്ട് പോകുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. അതിന്റെ അപ്ഡേഷനുമായിട്ട് എത്രയും വേഗം വരാം. ഇപ്പോൾ അതിന്റെ പ്ലാനിങ്ങുകൾ പതിയെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ആ ടീം.